മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് ദേശീയപാത അതോറിറ്റി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അതോറിറ്റി അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം കുരുക്ക് സംബന്ധിച്ച് പരിശോധന നടത്തി 28-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ്, RTO, ചാലക്കുടി തഹസിൽദാർ എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ മേഖലകളിൽ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കണമെന്ന് പോലീസിനും ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ഗതാഗതം വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ സൈൻ ബോർഡുകളില്ല. രാത്രിയിലും കാണാനാകുന്ന ലൈറ്റിംഗ് സംവിധാനം വേണം. കൃത്യമായ ഇടവേളകളിൽ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണം. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വഴിതിരിച്ചുവിടുന്ന സ്ഥലങ്ങളിലെ തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശിച്ചു. ഗതാഗതം വഴിതിരിച്ചുവിടുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ പോലീസിനും RTOയ്ക്കും നിർദ്ദേശം നൽകി. ഗതാഗത സംവിധാനത്തെക്കുറിച്ച് എല്ലാ ആഴ്ചയിലും ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തും. ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ സ്ഥാപിക്കും. മുരിങ്ങൂർ, ചിറങ്ങര മേഖലകളിൽ ബസ് സ്റ്റോപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇക്കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് RTO അറിയിച്ചു. സർവീസ് റോഡുകളിലെ കാനകൾ തടസ്സമുള്ളതിനാൽ ചെറിയ മഴയ്ക്ക് പോലും വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതായി റൂറൽ SP B കൃഷ്ണദാസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയത്ത് മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടി. നിലവിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും റൂറൽ SP അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ പരിഹാരം കാണാൻ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ CS സ്മിത റാണി, തഹസിൽദാർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.